അങ്ങാടിയുടെ കവാടത്തിലാണ് അയാൾ സ്ഥിരം നിൽക്കുന്നത്. അവിടെ വരുന്ന ആളുകൾ അദ്ദേഹത്തിന് പണം നൽകാറുണ്ട്. വലിയ നോട്ടും ചെറിയ നോട്ടും ഒരുമിച്ച് നീട്ടിയാലും അയാൾ ചെറുതേ എടുക്കൂ. ഇത് കണ്ടുനിന്ന ഒരാൾ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തൊരു വിഡ്ഢിയാണ്, വലിയ നോട്ടെടുത്താൽ നിങ്ങൾക്ക് കൂടുതൽ പണം ലഭിക്കില്ലേ? അയാൾ പറഞ്ഞു, ഞാൻ ചെറിയ തുക മാത്രം എടുക്കുന്ന മണ്ടനാണെന്ന് കരുതിയാണ് ആളുകൾ എനിക്കെന്നും പണം തരുന്നത്. ഞാൻ വലിയ നോട്ട് എടുക്കാൻ തുടങ്ങിയാൽ അവർ എനിക്ക് പണം തരുന്നത് നിർത്തും. അപ്പോൾ ഞാൻ എന്തു ചെയ്യും? നമ്മളറിയാത്ത ജീവിതങ്ങളാണ് മറ്റുള്ളവരുടേത്. ഒരേ കാരണത്തിൻ്റെ പേരിലല്ല എല്ലാവരും രാവിലെ എഴുന്നേൽക്കുന്നത് പോലും. പ്രവൃത്തികളും പ്രവർത്തന ശൈലികളും ഓരോരുത്തരുടെയും വ്യത്യസ്തമാണ്. സ്വന്തം ന്യായങ്ങൾ കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തെ വിധിക്കാൻ ഇറങ്ങുമ്പോഴാണ് അത് തെറ്റായ വിധി ന്യായങ്ങളാകുന്നത്. അറിവിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും സ്വയം ആർജിച്ച കാരണങ്ങളിലൂടെയാണ് എല്ലാവരുടെയും യാത്ര. അത് മറ്റൊരാൾക്കും മനസ്സിലാകണമെന്നുമില്ല. മണ്ടരെന്ന് മുദ്ര കുത്തപ്പെടുന്ന പലരും ബഹുമിടുക്കരും, സമർത്ഥരെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന പലരും പമ്പരവിഡ്ഢികളുമാണ്. അതിവേഗം അപക്വമായി നടത്തുന്ന വിലയിരുത്തലുകൾ ആളുകളെ തരം താഴ്ത്തിക്കാണലാണ്. ആകാശവീക്ഷണം നടത്തി അഭിപ്രായം പറയുന്നവർ അടുത്തിരുന്ന് കാര്യമറിഞ്ഞാൽ അനുമാനങ്ങൾ മുഴുവൻ മാറും. വരമ്പത്തിരുന്ന് പണി കാണുന്നവർക്ക് വിത്തിനെക്കുറിച്ചോ വിതയെക്കുറിച്ചോ ധാരണയുണ്ടാകില്ല. സ്വന്തം ചുവടുവയ്പ്പുകൾക്ക് അതിൻ്റേതായ കാരണങ്ങളുണ്ടെങ്കിൽ അന്യരുടെ വാദമുഖങ്ങൾക്ക് മുമ്പിൽ അവ ബലി കഴിക്കപ്പെടാൻ പാടില്ല. വലിയ നേട്ടങ്ങളും ബഹുമാനങ്ങളും എല്ലാവരുടെയും സ്വപ്നമല്ല. സന്തോഷവും സമാധാനവുമുള്ള സ്വതന്ത്ര ഇടങ്ങൾ നിർമ്മിച്ച് അതിനുള്ളിൽ ഒതുങ്ങുന്ന അനേകരുണ്ട്. അവരുടെ ജീവിതത്തിനും മാറ്റും മനോഹാരിതയുമുണ്ട്. അനുദിന കർമ്മങ്ങളിലൂടെ അവർ സംതൃപ്തരാണ്. ദിനചര്യകളിലൂടെ സന്തോഷം കണ്ടെത്തുന്നവർക്ക് അത് അനുദിനം ലഭ്യമാകും. ഏതെങ്കിലും വിശേഷ സംഭവങ്ങളിൽ മാത്രം ആനന്ദഭരിതരാകുന്നവരുടെ സന്തോഷം ആ വിശേഷം കഴിയുമ്പോൾ അവസാനിക്കും.